ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ SQL ഇഞ്ചക്ഷൻ്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ലോഗിൻ പേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാം സെർവറാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പാച്ചെയും MySQL 2 സർവീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോഗിൻ പേജ് നമ്മളൊരു ഡാറ്റാബേസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഡാറ്റാബേസിൻ്റെ അകത്ത് ഓൾറെഡി 2 യൂസേഴ്സ് ഉണ്ട്. അഡ്മിൻ എന്ന് പറഞ്ഞ യൂസറും യൂസർ 1 എന്ന് പറഞ്ഞ യൂസറും. പുതിയ യൂസർ വേണമെങ്കിൽ നമുക്ക് ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് രജിസ്റ്ററും ചെയ്യാം. അപ്പോൾ ഇനി ലോഗിൻ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നമുക്ക് ഓൾറെഡി 2 യൂസേഴ്സ് ഉണ്ട്. അഡ്മിൻ എന്ന് പറഞ്ഞ യൂസറും യൂസർ 1 എന്ന് പറഞ്ഞ യൂസറും. അപ്പോൾ നമ്മൾ PHP MyAdmin അകത്ത് ഡെമോ എന്ന് പറഞ്ഞ ഡാറ്റാബേസിൻ്റെ അകത്ത് യൂസേഴ്സ് പറഞ്ഞ ടേബിളാണിത്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ പാസ്വേഡ് ഇപ്പോൾ സേവ് ചെയ്തിട്ടില്ല നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കോഡിൽ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ പാസ്വേഡ് ചിലപ്പോൾ ഹാഷ്ഡ് ആയിട്ടും കാണിക്കും, അല്ലെങ്കിൽ നമുക്കിവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും പാസ്വേഡ്. പിന്നെ നമ്മൾ അഡ്മിൻ എന്ന് പറഞ്ഞ പേര് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അഡ്മിൻ എന്ന് പറഞ്ഞ പേരും പാസ്വേഡ് വരുന്നത് admin 123 എന്നാണ്. അഡ്മിനായിട്ട് തന്നെ നമുക്കിപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു SQL ക്വറി എന്ന് പറഞ്ഞൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ക്വറി എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരുക ചെയ്യുന്നത്. നമുക്കിവിടെ കാണാം സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേറെ യൂസർ നെയിം ഇസ് ഈക്വൽ ടു admin ആൻഡ് പാസ്വേഡ് ഇസ് ഈക്വൽ ടു admin 123. ആ ഒരു ക്വറിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ആയത്. അതിൻ്റെ ബേസിസിലാണ് നമുക്കൊരു വെൽക്കം പേജിലേക്ക് നമുക്ക് ലോഡായിട്ട് വന്നത്. അപ്പോൾ അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്താ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് ലോഗൗട്ട് ചെയ്യാം. ലോഗൗട്ട് ചെയ്തിട്ട് നമുക്ക് അഡ്മിൻ്റെ തന്നെ പാസ്വേഡ് നമുക്ക് തെറ്റിച്ചിട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈറ്റ് വർക്കിംഗ് ആണ്. അതായത് ഡാറ്റാബേസിലുള്ള രജിസ്റ്റേർഡ് ആയ യൂസേഴ്സിന് മാത്രമേ സൈറ്റിലേക്കുള്ള ആക്സസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് കാണിക്കുന്നുണ്ട് നമ്മൾ തെറ്റായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ SQL ഇഞ്ചക്ഷൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂസർ നെയിമിൻ്റെ സ്ഥലത്ത് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ കൊടുക്കുന്നത് കോഡ്സ് ഓർ 1 ഹാഷ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളവിടെ കൊടുക്കുന്ന യൂസർ നെയിമിൻ്റെ സ്ഥലത്ത് നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. പാസ്വേഡ് empty ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാം നമുക്ക് അഡ്മിൻ ആയിട്ട് തന്നെ നമുക്കിപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ക്വറിയാണ് എക്സിക്യൂട്ട് ആയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാം സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേറെ യൂസർ നെയിം ഈസ് ഈക്വൽ ടു കോഡ്സ്. നമ്മൾ കൊടുത്ത ആ ഒരു കണ്ടൻ്റ് അല്ലേ ഇവിടെ വന്നത്. കോഡ്സ് ഓർ 1 ഹാഷ് എന്ന് പറഞ്ഞ സംഭവമല്ലേ ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ നെയിം ഈസ് ഈക്വൽ ടു കോഡ്സ് അത് empty ആയതുകൊണ്ട് ഓർ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താ ട്രൂ ആണ്. അത് ടോട്ടോളജി ആണ്, ട്രൂ ആണ്. ഓൾവേസ് ട്രൂ അല്ല അത് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അതിന് ശേഷം ഹാഷ് എന്ന് കൊടുത്തത്. ഹാഷ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതെല്ലാം കമൻറ്റ് ചെയ്യുന്നു. ആ ലൈനിൽ ബാക്കിയുള്ളതെല്ലാം കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ആക്സസ് കൊടുക്കണം എന്നുള്ള കണ്ടീഷനായി മാറിയത്. അങ്ങനെയാണ് നമുക്ക് അഡ്മിനിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നത്. ഇനി എന്തുകൊണ്ട് അഡ്മിൻ എന്ന് പറഞ്ഞ യൂസറിലേക്ക് ലോഗിൻ ആയി എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസിലുള്ള ഫസ്റ്റ് യൂസറിലേക്കാണ് ഈ ഒരു ആക്സസ് പോകുന്നത്. ഫസ്റ്റ് യൂസർ എന്ന് പറയുന്ന ഡാറ്റാബേസിൽ ഫസ്റ്റ് യൂസർ എന്ന് പറയുന്ന അഡ്മിൻ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അഡ്മിനിലേക്ക് നമുക്ക് ആക്സസ് കിട്ടിയത്. വേറെ യൂസേഴ്സിന് എടുക്കാണ്ട് അഡ്മിനിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസിലുള്ള ഫസ്റ്റ് യൂസറാണ് ലോഡായിട്ട് വരുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതാണെന്ന് ഒരു ചെറിയൊരു എക്സാമ്പിളാണ് SQL ഇഞ്ചക്ഷൻ്റെത്. നമ്മൾ കോഡ് നമ്മൾ സേഫാണെന്ന് സെക്യൂർ ആണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും പക്ഷേ ഇതേപോലത്തെ ചെറിയൊരു ഫോൾട്ടുകൾ നമ്മളെ കോഡിനകത്ത് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യണം. അല്ല നമുക്ക് ഇതേപോലത്തെ അറ്റാക്സ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഒരിക്കലും നമുക്ക് ക്വറി ആയിട്ട് മാറില്ല. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം യൂസർ നെയിമിൻ്റെ സ്ഥലത്ത് കൊടുത്ത ഡാറ്റയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ക്വറി ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ട് വന്നത്. അപ്പോൾ ഡാറ്റ കൊടുക്കുന്ന ഡാറ്റയും ക്വറി ആയിട്ട് മാറിയിട്ട് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഒരിക്കലും നമുക്ക് ക്വറി ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ആവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം വരുന്നത്. അങ്ങനെയാണ് നമുക്ക് വൺ വേ ഓഫ് സോൾവിങ് SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പർപ്പസ് മാത്രമല്ല സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ GitHubൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് XAMPP സെർവറോ അല്ല MAMP സെർവർ ഏതെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതേ സംഭവം നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.